സുഹൃത്തുക്കൾ നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇന്ത്യൻ ഫുട്ബോൾ എന്തുകൊണ്ട് വളരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ കളി കാണാനും കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തുന്ന 10,000-കണക്കിനും 20,000, 30,000 എന്തിന് ISL തുടങ്ങിയ സമയത്ത് 60,000, 70,000, 75,000-ഓളം ഫുട്ബോൾ ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് പറ്റ മോശം ടൈമിൽ പോകുന്ന അവസ്ഥയിലും കൂടി ആവറേജിൽ 15,000, 20,000 ആരാധകർ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FC. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും വാർത്തകളും എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ പ്രാവശ്യത്തെ സൂപ്പർ കപ്പിലെ ഫസ്റ്റ് 2 മത്സരം, ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് ഒക്ടോബർ 28-നും അടുത്ത മാസം 3-ാം തീയതി ആണ്, ഓർമ്മ ശരിയാണെങ്കിൽ. ആ ഒരു മാച്ചിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്, ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ പ്രാവശ്യത്തെ ISL നടക്കേണ്ടത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിരുന്നു. പക്ഷേ സാങ്കേതിക തടസ്സങ്ങളും മറ്റുള്ള ഒരുപാട് പ്രഷർ, ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബ്ബ് എന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടത്തിലും എങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. കാരണം എത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സാമ്പത്തിക നഷ്ടവും സ്പോൺസർമാരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലബ്ബിലുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സീസൺ. അപ്പോഴും കുറേ പ്രശ്നങ്ങളാണ്. ഈ പ്രാവശ്യത്തെ ഗോവയിലെ ബംബോളി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫസ്റ്റ് 2 മാച്ചിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ഒന്നാമത് ഇപ്രാവശ്യം ISL ഇല്ല. ആ ഒരു ടൈമിലാണ് സൂപ്പർ കപ്പ്. അതെങ്കിലും കാണാൻ ചുറ്റും നിൽക്കുമ്പോൾ അതിൻ്റെ ടെലികാസ്റ്റ് ഇല്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത മാസം 8-ാം തീയതി 9-ാം തീയതി നടക്കുന്ന മുംബൈ സിറ്റി FCക്കെതിരായ മത്സരത്തിൽ മാത്രമേ അതിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനു മുമ്പുള്ള 2 മാച്ചിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാവില്ല. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ക്രിക്കറ്റിൻ്റെ എല്ലാ മാച്ചും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം അതിന് നല്ല സ്പോൺസർമാരും ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും ഒരു സെക്കൻഡ് സൈഡാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം AFF നല്ലൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടായാലും അത്രയും സന്തോഷം എന്നേ പറയാനുള്ളൂ. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലബ്ബല്ലേ ബ്ലാസ്റ്റേഴ്സ്. അതേപോലെ തന്നെ മോഹൻ ബഗാൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫാൻ ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മേജർ ടൂർണമെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ടെലികാസ്റ്റിംഗ് നമുക്ക് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. അല്ലാഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ടൂർണമെൻറ്റിന് എന്ത് പ്രസക്തി ഉണ്ടാവുക? ഒരു മാച്ചും ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അതിന് കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു ടൂർണമെൻറ്റ് കൊണ്ട് തന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഇത് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ടെലികാസ്റ്റ് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സാഡ് ന്യൂസാണ്, ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ടെലികാസ്റ്റ് പുനർക്രമീകരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ കളി കാണുക? അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ കൂടുതൽ വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ ഇന്ത്യ എന്നുള്ളൊരു ക്ലബ്ബ്, ഈ ടീം വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് എത്ര കാത്തിരിക്കേണ്ടത്, ഇനി എത്ര കാത്തിരിക്കണം? അപ്പോൾ അണ്ടർഗ്രൗണ്ട് മുതൽ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ISL ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വേൾഡ് കപ്പ് അപ്പം എന്നേ കളിക്കേണ്ടതുള്ളൂ. എന്നൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.